ഇന്ന് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നോക്കാൻ പോകുന്നത്. 1991 ഗൈഡോവ് ആൻഡ് റോസും ആണ് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൈത്തൺ വെബ് ഡെവലപ്മെന്റിന്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്, മാത്തമാറ്റിക്സ്, സിസ്റ്റം സ്ക്രിപ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കറന്റ് യൂസ് ചെയ്യുന്ന പൈത്തൺ വേർഷൻ ആണ് പൈത്തൺ 3. നമ്മൾ HTML ഉം CSS ഒക്കെ ചെയ്ത ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ .html .css കൊടുത്തതുപോലെ പൈത്തണിൽ കൊടുക്കുന്ന എക്സ്റ്റൻഷൻ ആണ് .py. ഇനി കമന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഹാഷ്ടാഗിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഹാഷ്ടാഗിൽ കൊടുക്കുന്ന ഒരു ലൈനും പൈത്തൺ എടുക്കുന്നതല്ല. അതായത് ആ ലൈന് പൈത്തൺ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കി ഔട്ട്പുട്ട് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി മറ്റ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യും. അതായത് വിൻഡോസ്, മാക്സ്, ലിനക്സ്, റാസ്പെറി പൈ അങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ആവുന്നതാണ്. പിന്നെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്, പൈത്തണിലെ സിൻടാക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് സാമ്യമുള്ള സിൻടാക്സുകളാണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഇനി പൈത്തണിൽ എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ VS കോഡിൽ തന്നെയാണ് പൈത്തണും ചെയ്യുന്നത്. python.py എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രിന്റ് എന്ന കീവേഡ് കൊടുക്കുക. പ്രിന്റ് റാം എന്ന് കൊടുത്തു. ഈ റാമിനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൺ ബട്ടൺ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൺ പൈത്തൺ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ടെർമിനലിൽ വരുന്നതാണ്. ഓക്കെ, റാം എന്നിവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. പൈത്തൺ ടെർമിനൽ ഓറിയന്റഡ് ആണ്. അതായത് നമ്മൾ HTML CSS ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വേറെ ബ്രൗസേഴ്സിൽ പോയി വേണം റൺ ചെയ്യാൻ. ഇത് നമ്മുടെ VS കോഡിൽ തന്നെ റൺ ആവുന്നതാണ്. ഇതിവിടെ റാം പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നമ്പർ പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് 3 കൊടുക്കാം. ഓക്കെ, ഇവിടെ 3യും പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പൈത്തണിൽ ഒരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റ് ആണ് വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് വെച്ചാല് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. x is equal to 3 എന്ന് കൊടുത്തു. ഈ 3 എന്ന് പറയുന്നതാണ് വാല്യൂ, ഈ x എന്ന് പറയുന്നതാണ് കണ്ടെയ്നർ. അപ്പൊ ഈ 3 എന്ന വാല്യൂവിനെ അസൈൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ആണ്, ഈ കണ്ടെയ്നറിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. y is equal to റാം എന്ന് കൊടുത്തു. ഇപ്പോ 3 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. ഒരു ഇന്റിജർ ആണ്. റാം ഒരു സ്ട്രിംഗ് ആണ്. ഈ ഇന്റിജർ, സ്ട്രിംഗ്, അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ്, ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതും കൂടെ നമുക്കിവിടെ കൊടുക്കാം. z is equal to 4.56. ഇതൊരു ഫ്ലോട്ട് നമ്പർ ആണ്. പൈത്തണിൽ നമ്മൾ ഇന്റിജറിന് int എന്നാണ് കൊടുക്കുന്നത്, സ്ട്രിങ്ങിന് str എന്നാണ് കൊടുക്കുന്നത്, ഫ്ലോട്ടിന് ഫ്ലോട്ട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഇന്റിജർ, സ്ട്രിങ്, ഫ്ലോട്ട് ഇതിനെല്ലാം പറയുന്നത് ഡാറ്റ ടൈപ്സ് എന്നാണ്. ഓക്കെ, അപ്പോ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് ഇന്റിജറും സ്ട്രിങ്ങും ഫ്ലോട്ടും ഒക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യുന്നത്. ഇനി ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇതെല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോ x is equal to സ്ട്രിംഗ് ആണെങ്കിൽ str എന്ന് കൊടുക്കുക, സ്ട്രിംഗ് ഓഫ് 3 എന്ന് കൊടുക്കുക. അതൊരു സ്ട്രിംഗ് ആണെന്ന് നമ്മളോട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ y is equal to int of 3 എന്ന് കൊടുക്കുന്നു. z is equal to float of 3 എന്ന് കൊടുക്കുന്നു. ഇപ്പോ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുകയാണ് 3 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്.
ഇവിടെ പറയാണ് 3 എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്, ഇവിടെ പറയുന്നു 3 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് ആണ്. അങ്ങനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമുക്കിപ്പോ റാം എന്ന് കൊടുത്താലും റാം എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആയിട്ടാണ് ഇനി പൈത്തൺ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് ഒരു വേരിയബിളിലെ വാല്യൂന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മള് x is equal to 2 എന്ന് കൊടുക്കുന്നു. പ്രിന്റ് ചെയ്യുമ്പോൾ ഈ 2ന്റെ ഡാറ്റ ടൈപ്പ് എന്താന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്യുമ്പോ പ്രിന്റ് ഓഫ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക, ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. ഇപ്പൊ റൺ ചെയ്താല് 2 എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ് നമുക്ക് ടെർമിനലിൽ കാണാനായിട്ട് പറ്റും. ഇനി 2 മാറ്റിയിട്ട് ഇവിടെ ഞാനൊരു സ്ട്രിങ് ആഡ് ചെയ്യാണ്, റാം എന്ന് ഓർത്തു. അപ്പൊ അതൊരു സ്ട്രിങ് ആണെന്ന് കാണിച്ചു. ഇനി ഒരു ഫ്ലോട്ടിംഗ് നമ്പർ കൊടുക്കാം, 3.4 എന്ന് കൊടുത്തു. ഇവിടെ ഫ്ലോട്ട് എന്ന ഔട്ട്പുട്ട് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് മൾട്ടിപ്പിൾ വേരിയബിൾസിനെ എങ്ങനെ പ്രിന്റ് ചെയ്യാന്നാണ് നോക്കുന്നത്. ഇപ്പോ x, y, z is equal to orange, banana, പിന്നെന്താണ് ചെറി. 3 വേരിയബിൾസിലേക്ക് 3 വാല്യൂസിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം, 2 രീതിയിൽ പ്രിന്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പ്രിന്റ് ഓഫ് എക്സ്, പ്രിന്റ് ഓഫ് വൈ, പ്രിന്റ് ഓഫ് ഇസഡ്. ഇങ്ങനെ കൊടുത്ത് റൺ ചെയ്താല് നമുക്ക് ഈ 3 വാല്യൂസും ഔട്ട്പുട്ട് പ്രിന്റ് ആവും. ഇതല്ല എങ്കിൽ പ്രിന്റ് ഓഫ് എക്സ്, വൈ, ഇസഡ് എന്ന് കൊടുത്താലും ഈ 3 വാല്യൂസ് നമുക്കിവിടെ പ്രിന്റ് ആവും, ഓറഞ്ച്, ബനാന, ചെറി. അപ്പൊ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ വാല്യൂസിന് ഈ 2 രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 2 വേരിയബിൾസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ചിഹ്ന ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ x is equal to റാം എന്ന് കൊടുത്തു, y is equal to കുമാർ എന്ന് കൊടുത്തു. ഈ 2 നെയിമുകളും നമുക്ക് ഒന്നിച്ചാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റില് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഔട്ട്പുട്ട് റാം കുമാർ ഇവിടെ പ്രിന്റ് ആവും. ഇനി സ്ട്രിങ് മാറ്റി നമുക്ക് ഇന്റിജേഴ്സ് കൊടുത്തു നോക്കാം. ഇവിടെ 2 കൊടുക്കുന്നു, ഇവിടെ ഒരു 5 കൊടുക്കുന്നു. എന്നിട്ട് പ്രിന്റിൽ എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. ഇപ്പൊ 7 എന്ന് വന്നു. അതായത് 5 + 2 7 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇന്റിജറും സ്ട്രിങ്ങും എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് നോക്കി. ഇനി ഒന്ന് സ്ട്രിങ്ങും ഒന്ന് ഇന്റിജറും ആയിട്ട് കൊടുത്തു നോക്കാം. എക്സിന്റെ വാല്യൂ ഇന്റിജറും വൈയുടെ വാല്യൂ ഒരു സ്ട്രിങ്ങും കൊടുക്കാം. ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എറർ ആയിരിക്കും വരുന്നത്. കാരണം ഒരു ഇന്റിജറിനെയും ഒരു സ്ട്രിങ്ങിനെയും തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കണ്ടോ, ഇവിടെ എറർ വന്നു. കാരണം ഒന്ന് ഇന്റിജറും ഒന്ന് സ്ട്രിങ്ങും ആണ്.